നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലെവലുകളിൽ 26,200 പുട്ട് 9:35 ക്യാൻഡിലിൽ 85 ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് നമ്മളുടെ ലെവലായ 124 വരെ പോയി. അത് കഴിഞ്ഞ് പിന്നീട് 150 വരെ അത് പോവുകയും ചെയ്തു. അപ്പോൾ 85 ടു 124 അത്രയും കൂട്ടിയാൽ മതി. അവിടെയാണ് നമ്മുടെ ലൈൻ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ലൈൻ ഉണ്ട്, പക്ഷെങ്കിൽ പോലും ആ ഒരു സ്ട്രെച്ചിൽ പോയത് 124 വരെയാണ്. പക്ഷെ പിന്നീട് 150 വരെ പോവുകയും ചെയ്തു. പിന്നീട് ഉച്ചയ്ക്ക് 12:40 വീണ്ടും 125 മുതൽ 170 വരെ നമ്മുടെ സെക്കൻഡ് ലൈൻ. ഫസ്റ്റ് ലൈൻ 124 85 ശേഷം. അത് കഴിഞ്ഞുള്ള സെക്കൻഡ് ലൈൻ 170 125 നിന്ന് 170 വരെ സുന്ദരമായിട്ട് ആ ട്രേഡ് നടന്നു. ഇപ്പോൾ പുട്ടിൽ തന്നെ 2 ട്രേഡുകൾ വളരെ ക്ലിയർ കട്ടായിട്ട് നടന്നിരുന്നു. മറ്റൊന്ന് സെൻസെക്സിൽ 85,500 പുട്ട് 9:30 336 നിന്ന് തുടങ്ങുന്ന ഒരു ട്രേഡ്. 336 നമുക്കൊരു എൻട്രി അവിടെ ഉണ്ട്. 407 വരെയാണ് പോയത്. ഓൾമോസ്റ്റ് 70 പോയിൻറ്റ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 12:40 വീണ്ടും ഒരു ട്രേഡ് സെൻസെക്സിൽ നടന്നു. 347 നിന്ന് അത് 464 വരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനീ പറഞ്ഞ സമയങ്ങളിലെ ക്യാൻഡിലുകൾ വെച്ച് ഇന്നത്തെ ലെവലുകൾ അടങ്ങുന്ന വീഡിയോയും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ്. ഇനി നാളത്തെ ലെവലുകൾ. നിഫ്റ്റി 25,745, 25,932, 26,013, 26,177, 26,285, 26,523. നാളേക്ക് പ്രതീക്ഷിക്കാവുന്ന നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാവുന്ന ലെവലുകളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് വേണ്ടി 26,200 കോള്. അതിൻ്റെ ലെവലുകളാണ് 188, 221, 260, 299, 336, 394, 26,100 കോള് 138, 223, 283, 337. അപ്പോൾ ഓൾറെഡി നിഫ്റ്റിയുടെയും 2 കോൾ ഓപ്ഷൻ്റെയും പ്രീമിയത്തിൻ്റെ ലെവലുകൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഒരു ഡിസ്ക്ലെയിമറാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. ഞാൻ തരുന്ന ലെവലുകൾ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളതാണ്. ആരെങ്കിലും ഈ ലെവലുകളിൽ നിന്ന് ട്രേഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി ഓരോരുത്തരുടെയും തീരുമാനത്തിനനുസരിച്ച് മാത്രമായിരിക്കണം. ഈ ലെവലുകളിൽ ട്രേഡ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി 2 പുട്ട് ഓപ്ഷൻ ലെവലുകളാണ് പറയാൻ പോകുന്നത്. 26,200 പുട്ട് 111, 127, 166, 213, 250, 277. നമുക്കറിയാം നാളെ തുടങ്ങുന്ന പുതിയ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ 9th അവസാനിക്കുന്ന കോൺട്രാക്റ്റിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കോളും പുട്ടും 26,100 പുട്ട് 58, 84, 121, 152, 205. സാധാരണ ചെയ്യാറുള്ള പോലെ നിഫ്റ്റി 2 കോളുകൾ 2 പുട്ടുകൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു.
തീർച്ചയായും മാർക്കറ്റിൽ ആ ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നത് ഇന്നലെ നഷ്ടപ്പെട്ടതായിട്ടാണ്, ഇന്നലേക്കായിട്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും അടുത്തൊരു മൊമെൻറ്റത്തിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നു. നോർമലി നമ്മുടെ ഡാറ്റകളെല്ലാം പോസിറ്റീവാണ് എന്ന് പറയാവുന്നവയാണ്. പക്ഷേ മറ്റു ലോകരാജ്യങ്ങളിലെ മാർക്കറ്റുകളും അല്ലെങ്കിൽ അവിടുത്തെ ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വീഴുന്ന കമൻറ്റുകളുമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ പിറകോട്ട് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒരു കാര്യം വളരെ കൃത്യമാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലെ നമ്മുടെ ഡാറ്റകളൊക്കെ ഒരു പരിധിവരെ പോസിറ്റീവാണ്. പക്ഷെങ്കിൽ പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽ സൈഡിലാണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ഡാറ്റയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലിംഗ് മൂഡ് തുടരുന്നത് അത്ര ആശാവഹമല്ല എന്നുള്ളത് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുക. മാത്രമല്ല US നമ്മുടെ ഫെഡ് ചെയർമാനെ ഇന്ന് രാത്രി ഈ വീഡിയോ നമ്മുടെ കയ്യിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഫെഡ് ചെയർമാനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായോ നെഗറ്റീവായോ ഒക്കെയുള്ള കാര്യങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓവറോൾ നോക്കിയാൽ ഇന്ന് പ്രത്യേകിച്ച് വലിയ വലിയ വാർത്തകളൊന്നും അനുകൂലമായിട്ട് വാർത്തകളായിട്ട് വന്നില്ലെങ്കിൽ നാളെയും ഇന്ന് കാണുന്നത് പോലെ ഒരു കൺസോളിഡേഷൻ മൂഡോ ഓർ കൺസോളിഡേഷൻ ടു ബെയറിഷ് എന്ന മൂഡോ ഒക്കെ ആവാനാണ് തുടക്കത്തിലെങ്കിലും സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. എന്തായാലും നാളെ വിജയങ്ങളുള്ള ലാഭമുള്ള ഒരു ദിവസമായി മാറട്ടെ. സാധിക്കുമെങ്കിൽ കോളിലും പുട്ടിലുമൊക്കെ ട്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എവിടെയാണ് ട്രേഡെങ്കിലും അത് ലാഭകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ആകെ 4-5 വീഡിയോ ആയിട്ടുള്ളൂ എന്നറിയാം, എങ്കിൽ പോലും വീഡിയോ കാണുന്നവർ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ടും ഷെയറായിട്ടും കമൻ്റായിട്ടും നൽകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, പ്രിയപ്പെട്ട ആളുകളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു വെരി മച്ച്.